എന്തിനു പറയാനാടേ വീക്കെൻഡ് എപ്പിസോഡ് അടിപൊളി. ഞാൻ ആലോചിക്കായിരുന്നു ഈ ലോകത്ത് ഇതേണൊക്കെ ഒരു ബിഗ് ബോസ് സീസൺ വേറെ ഒരിടത്തും കാണില്ല. മനുഷ്യത്വത്തിൻ്റെ പേരിൽ എവിക്ഷൻ ഇല്ല. ഇതെന്തൊരു കിഴങ്ങ്. അതിനകത്തുള്ള പാടുകൾ എടുത്ത് കളയടേ. വീണ്ടും ഈ ആഴ്ച ഇതിനെയൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഉപയോഗമില്ലാത്ത കൊറോണ അതിനകത്ത് കിടന്ന് പുഴുക്കുത്തുകൾ. മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് ലാലേട്ടൻ്റെ കാര്യം. എന്തായാലും ആയിക്കൊണ്ട് പോട്ടെ. ഇനി ഒരാഴ്ചയോടെ സഹിക്കാം. കൊറോണത്തിന് ഒരു ഉപയോഗമില്ലാത്ത പാടുകളാണ് കൊറോണ അവിടെ കിടക്കുന്നത്. ഈ ശ്രീരേഖ ഇനി മറ്റേ കണ്ണീർ ചാലിച്ച മറ്റേ സീരിയൽ അഭിനയിച്ചുകൊണ്ടായിരിക്കും ഇട്ടേക്കുന്നത്. എനിക്കറിഞ്ഞൂടാ. പിന്നെ ഇന്നലെ ഞാൻ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇന്നലെ സിബിന് കൊടുത്ത് ഇന്ന് ജാസ്മിന് ഒരു സീരിയസ് ആയിട്ടല്ലെങ്കിൽ മോളെ എന്നൊക്കെ വിളിച്ച് ഒരു സൈഡ് വാരം കൊടുത്തിട്ടുണ്ട്. ഒരു ചെരുപ്പ് കൊടുത്തു. എന്നുവെച്ചാൽ ജാസ്മിൻ മോളെ അങ്ങ് രക്ഷിച്ചെടുത്തല്ലേ പറ്റുള്ളൂ. അങ്ങ് അറ്റം വരെ കൊണ്ടുപോയാലല്ലേ നമുക്ക് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. ഗപ്രിമോനുമായിട്ടുള്ള കല്യാണമോ അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കും. ഞാൻ അതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ചെരുപ്പ് കൊടുത്തുവിട്ട് ഇനി കുളിപ്പിക്കാനൊക്കെ കൂടെ ആളെ നിർത്തുമെന്ന് തോന്നും. ജാസ്മിൻ കുളിക്കണില്ലല്ലേ, കുറേ നാളുകൊണ്ട് പറഞ്ഞു കുളി മക്കളെ കുളിക്കണില്ല. ചെരുപ്പ് കൊടുത്ത് ഇനി അടുത്ത ആഴ്ചയോടെ കഴിയുമ്പോൾ മിക്കവാറും കുളിപ്പിക്കാൻ കൂടെ ആളെ വിട്ടുകൊടുക്കും ലാലേട്ടൻ. മോളെ കുളിപ്പിക്കാൻ, മോളെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കാൻ ആളെ വിടും ലാലേട്ടൻ. മോളെ എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സിബിൻ കുറച്ച് റിക്കവറായി വന്നിട്ടുണ്ട്, നല്ല കാര്യം. അങ്ങനെ കളിക്കുമെന്ന് നോക്കാം. കളിക്കുമെന്നാണ് തോന്നുന്നത്. അവൻ കളിക്കാൻ തന്നെയാണ് പോയി. ഡൗൺ ആയിരുന്നെങ്കിലും തിരിച്ചു വരുന്നുണ്ട്. ഞാനൊരു സിബിൻ സപ്പോർട്ടറൊന്നുമല്ല, പക്ഷേ അവിടെ ഉള്ള വാഴകളെ വെച്ച് നോക്കുമ്പോൾ അവനാണ് ഇത് ഗെയിം കൊണ്ടുപോകുന്നത്. ജിൻഡോയും എനിക്ക് ഇഷ്ടമാണ്. വേറെ ആരും എടുത്ത് പറയത്ത കാര്യം എനിക്ക് തോന്നിയിട്ടില്ല. ഈ പലരും നോറയൊക്കെ പറയുന്നുണ്ടെങ്കിലും വെറും അലപ്പെന്നല്ലാതെ ഒരു ഉപയോഗമില്ല, ഉള്ള സാധനം എനിക്ക് തോന്നുന്നില്ല. ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം പല സിറ്റുവേഷനിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സൗഹൃദങ്ങളെയോ ബന്ധങ്ങളെയോ ഒന്നും വില കൊടുക്കുന്ന ഒരു കുട്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവിടെ. കാരണം മറ്റേ പയ്യൻ തന്നെ അഭിഷേക, അവനെന്തോ അഭിപ്രായം പറയുമ്പോൾ ഉടക്കി ഒരു വളരെ മോശമായ രീതി അവളങ്ങനെ ആരെയും അങ്ങനെ അടുപ്പിക്കുന്ന ഒരു ടൈപ്പല്ലെന്നാണ് തോന്നുന്നത്. ഒരു ബന്ധങ്ങൾക്ക് ഒരു അവളെ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പിണങ്ങും. കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞ് ഒരു ബന്ധം അവസാനിപ്പിക്കുന്ന ഒരു സ്വഭാവമുള്ള കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊന്നും പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അവളൊന്നും ഒരിക്കലും ഈ കപ്പ് വിജയിക്കാൻ അർഹയല്ല. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവർ വൃഥാവിലാവുന്നേ ഉള്ളൂ. അപ്പോൾ അതൊന്നും അല്ല ഗെയിം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡ് തന്നെ മനുഷ്യത്വത്തിൻ്റെ പേരിൽ കുറേ പാടുകളെ വീണ്ടും അവിടെ നിലനിർത്തിക്കൊണ്ട് ലാലേട്ടൻ വീണ്ടും പോയേക്കാണ്. ഇന്നലെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. സിബിൻ്റെ ചങ്കൂറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. സിബിൻ കാണിച്ച ചങ്കൂറ്റം ലാലേട്ടൻ പോലും പതറിപ്പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സാധാരണ മോനെ അത് കുറ്റമല്ലെന്ന് വെച്ചാൽ അവൻ്റെ സ്റ്റാൻഡിൽ ഉറച്ച് നിൽക്കുകയാണ്. അതാണ് അവൻ്റെ പ്രത്യേകത. അതൊരു ചങ്കൂറ്റം തന്നെയാണ്. ലാലേട്ടൻ വന്ന് എടുത്ത് ചോദിച്ചതിൻ്റെ പേരിൽ അവൻ മാറ്റിയിട്ടില്ല. അവൻ്റെ ആ ജഡ്ജ്മെൻറ്റ് അവന് കറക്റ്റായിട്ട് തന്നെയാണ് തോന്നിയത്. അവൻ പറഞ്ഞ പല കാര്യങ്ങളും അവൻ അതിൽ തന്നെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ച് നിൽക്കുന്നു. ലാലേട്ടൻ എടുത്ത് ചോദിച്ചതിൻ്റെ പേര് മാറ്റിയിട്ടില്ല. അപ്പോഴൊക്കെ ലാലേട്ടൻ ശരിക്കും ഒന്ന് പതറിപ്പോകുന്നതായിട്ട് എനിക്ക് തോന്നി. സത്യം പറഞ്ഞു ഇന്നലത്തെ എപ്പിസോഡിലാണ്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് എടുത്തിട്ട് കണ്ടു നോക്കും. അതിൻ്റെ ഒരു രോഷം ലാലേട്ടൻ പറയുകയുണ്ടായി. ശരിക്കും ലാലേട്ടനെ പ്രൊവോക്ക് ചെയ്തു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ലാലേട്ടൻ ശരിക്കും പ്രൊവോക്കായി അവൻ്റെ പല മറുപടികളും. അതുകൊണ്ടാണ് നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടൊക്കെ പോയത്. ഇന്നലെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ചെറുക്കായി നമ്മുടെ തിരുവനന്തപുരത്തുള്ള പയ്യനാണ്, വേളിയുള്ള പയ്യനാണ്. അപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. കളി മാറി മറിയാം. നല്ല രീതിയിൽ കളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പം എന്തായാലും 19 വാഴയെ കയറ്റി വിട്ടിട്ട് 6 പേരെ കയറ്റി വിട്ടതിൽ ഏറ്റവും മികച്ചതും ഇപ്പോൾ അവിടെ നിൽക്കുന്നതിൽ ഏറ്റവും നന്നായിട്ട് ഗെയിം കളിക്കുന്നത് ഒരു പയ്യൻ സിബിൻ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജിൻഡോയും കൊള്ളാൻ ഒരു രസമുണ്ട്. മനുഷ്യത്വത്തിൻ്റെ പേരിൽ കുറേ എണ്ണത്തിന് അവിടെ നിലനിർത്തിയതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. ശ്രീരേഖയൊക്കെ അവിടെ നിന്ന് എടുത്ത് എറിയേണ്ട സമയം കഴിഞ്ഞു. പിന്നെ നമ്മുടെ കട്ടിൽ റാണി ഉണ്ടല്ലോ, കട്ടിൽ ദേവത അൻസിബ, ലാലേട്ടൻ്റെ മറ്റേ മോള്, ജോസൂട്ടിൻ്റെ മോള്, അവൾ പോകണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ല. കഥ തുറന്നു കൊടുത്തെങ്കിൽ ഇറങ്ങി ആ സൈഡ് വരെ അങ്ങ് പോയാൽ അടുത്ത ട്രെയിനിൽ വല്ലതും കയറി വീട്ടിൽ ഫ്ലൈറ്റിൽ ദുബായിൽ എവിടെയാണല്ലോ പോയാൽ അതിനെയും വിട്ടില്ല. അവിടെ കിടക്കണം. ഇനി അതിനുള്ള ഫുഡും അരിയും കൊണ്ടിറക്കണം. എന്തുമാത്രം തിന്നുമെന്ന് അറിയാമോ. ഇനി അതൊക്കെ തിന്ന് അവിടെ കിടന്ന് അതിലുമുണ്ടാക്കി. ഇതിനെയൊക്കെ കുറച്ചാൽ തന്നെ കുറേ കളി മാറും. ഒരു ഉപയോഗമില്ല. അത് ഇതിനെയൊക്കെ വട്ടം ചുറ്റിങ്ങനെ കുറേ കണ്ട് മുടിയായി അവിടെ പറയാം കിടന്ന് അവിടെ പോയിരുന്ന് കുറേ സമയം പഴകം. ആ സമയം കൊണ്ട് വേറെ ഇടത്തിലും പോയി അടി കുടിക്കുക, 2 കൊട്ട് വാങ്ങിച്ചാൽ ഒരു രസമുള്ള സംഭവം കാണാമായിരുന്നു. ഇനി അവളെ പറയുക അവൻ വിട്ട് മാറാതെ അവളെ പറയുക നടക്കും. അപ്പോൾ അതൊക്കെയാണ് പ്രശ്നം. ശ്രീരേഖ ക്യാമറ കാണിക്കുമ്പോഴും ഒരു ഉപയോഗമുള്ള കാര്യങ്ങളില്ല. കഴിഞ്ഞ കളി ഞാൻ പറഞ്ഞ സീരിയൽ ഒരു അഭിനയം എന്തിനാണ് അത് ഇവരെ പറഞ്ഞ് ചെയ്യിച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ബിഗ് ബോസ് മൈക്ക് വഴിയെല്ലാം വിളിച്ച് പറഞ്ഞതാണ് നിങ്ങളൊരു ഗെയിം കളി. ഞാനത് കണ്ടില്ല ശരിക്കും. അങ്ങനെ എല്ലാം സംഭവിച്ചാൽ നടന്നില്ല. അല്ലാതെ അവിടെ ഇങ്ങനെ ഒരു ആക്ട് കാണിക്കേണ്ട ഒരു സിറ്റുവേഷൻ എന്തെങ്കിലും നടന്നില്ല. മിക്കവാറും ഈ അവയവദാനത്തിൻ്റെ ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നന്മ വരെ ബിഗ് ബോസിന് അത് പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന് കാണിക്കേണ്ട ആവശ്യം അവർക്കുണ്ട്. അതിൻ്റെ കൂടെ ഒരു എപ്പിസോഡ് 2 എപ്പിസോഡായിരുന്നു ഇത്. അവരെ തെറ്റുകൾ തിരുത്താനുള്ള കുറേ ഉപദേശങ്ങളും ഞാൻ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഹൈക്കോടതി നോക്കിക്കൊണ്ടിരിക്കുകയില്ലേ. അയ്യോ എന്തൊക്കെ അവസ്ഥകളാണ്. ഈ സീസണൊക്കെ എങ്ങനെ പോയി അവസാനിക്കുമെന്നോ. എന്തായാലും നന്നായിട്ടൊക്കെ പോട്ടെ. സിബിനൊക്കെ നന്നായിട്ട് കളിക്കട്ടെ. അതാണ് ആവശ്യം. ഡൗണായി പോകാതിരുന്നാൽ ഈ ആഴ്ച വല്ലതും കുറച്ചെങ്കിലും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ്. വീക്കെൻഡ് എപ്പിസോഡ് 2 കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തതിനായിട്ട് കാത്തിരിക്കുക അല്ലേ. അപ്പോൾ ശരി, എല്ലാവരും പോയി കിടന്നുറങ്ങണേ. കാണാം.